ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ക്രിസ്തുവിൽ എത്രയും അനുഗ്രഹിക്കപ്പെട്ടവരെ, വചനം നമ്മോട് പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ആകുലതയല്ല വേണ്ടത്, മറിച്ച് ദൈവത്തിലുള്ള ആശ്രയമാണ് വേണ്ടത്. തുടർന്നുള്ള തിരുവചനങ്ങൾ വ്യക്തമാക്കുക ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള മാർഗങ്ങളാണ്. പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെയും നമ്മുടെ യാചനകൾ ദൈവസന്നിധിയിലേക്ക് അർപ്പിക്കുവാനാണ്. എപ്രകാരമായിരിക്കണം നമ്മുടെ യാചനകൾ സമർപ്പിക്കേണ്ടത് എന്ന് തിരുവചനം പറയുന്നു. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ അർപ്പിക്കുവാനാണ്. എല്ലാ പ്രാർത്ഥനകളിലും യാചനയുടെ അനുഭവമുണ്ട്. പ്രാർത്ഥന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാകണം. അതിലൊരു അപേക്ഷയുമുണ്ടാകും. എങ്കിൽ ആകുലതകൾ മാറ്റി പ്രത്യാശയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും മതിയായവനാണ് ദൈവമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ പരാതിയും പരിഭവവും പറഞ്ഞ് ദൈവത്തിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുക. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട എന്ന തിരുവചനം ഒരു ആശ്വാസവും ഒരു ശക്തിയും നമുക്ക് പ്രദാനം ചെയ്യുമ്പോൾ, സഹായിക്കുവാനൊരു കരമുണ്ട് എന്നും ദൈവം എന്നെ കൈവെടിയുകയില്ല എന്ന തിരുവചനവും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ അദൃശ്യമായ കരം എപ്പോഴും എന്നെ പിന്തുടരുമെന്നും എനിക്ക് ആശ്വാസവും അനുഗ്രഹവും പ്രദാനം ചെയ്യുമെന്നും നാം തിരിച്ചറിയണം. ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആകുലതകൾ അകറ്റി വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങയുടെ അടുക്കലേക്ക് കടന്നു വരുവാനും അങ്ങയെ കൂടുതൽ അനുഭവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനങ്ങൾ അനുസരിച്ച്, അങ്ങയുടെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് യാചനകൾ പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ അർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ആമേൻ.